ഹായ് മകളെ, +1 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഒരു പക്ഷേ +2 കുട്ടികളുടെ ന്യൂസുകളൊക്കെ കേട്ട സമയത്ത് ഒരു ഞെട്ടലോട് കൂടിയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും മുന്നിൽ കാണുന്നത്. അതായത് +2വിലെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടഫായ സമയത്ത് നിങ്ങൾ ഈ വാർത്തകളൊക്കെ പറ്റി പല ന്യൂസ് ചാനലുകളും അല്ലാതെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. വലിയൊരു ചർച്ചയുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് +1 സബ്ജക്റ്റുകളുടെ എക്സാം വരുന്നത്. അപ്പോൾ പല കുട്ടികളും എക്സാം ടഫാവുമോ എന്ന ഭയത്തിൽ തന്നെയാണ് +1നെ കാണുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മാത്സ് എക്സാം ആണ്. അപ്പോൾ മാത്സ് എക്സാമും ടഫാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, സിമ്പിളാണ്. ഇപ്പോൾ +1ലെ ഫിസിക്സ് കെമിസ്ട്രി ഈ രണ്ട് സബ്ജക്റ്റ് ടഫായ സമയത്ത് കുട്ടികളുടെ മെൻറ്റാലിറ്റി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു? യെസ്, മാത്തമാറ്റിക്സും ടഫാവും എന്ന മെൻറ്റാലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഒരു 6 ദിവസത്തോളം മാത്സ് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ടഫാവും എന്ന് അറിഞ്ഞ സമയത്ത് അവർ നല്ല നല്ല ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പോയ സമയത്ത് അവർക്ക് മറ്റ് രണ്ട് സബ്ജക്റ്റുകളൊക്കെ അത്ര ടഫ് ആയിരുന്നില്ല. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളെ മെൻറ്റാലിറ്റി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈസി ആവും എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി നമുക്കില്ല. നമ്മുടെ +1 മാത്തമാറ്റിക്സും ടഫ് ആവും എന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക. വെറുതെ പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതായത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മിസ്സലേനിയസ് ചോദ്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഈ കുറച്ച് ദിവസങ്ങൾക്കകം നമുക്ക് ചെയ്ത് തീർക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒറ്റയ്ക്ക് വിചാരിച്ച് ഇത് നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറയാം. ഇനി അങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് ഒറ്റയ്ക്ക് തന്നെ പഠിക്കാം. അല്ലാത്ത കുട്ടികളോട് എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു A+ഉം ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്കുള്ള അടിപൊളി ക്ലാസ്സുകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതെ, 22-ാം തീയതി മുതൽ രാത്രി മുതൽ നമ്മൾ തുടങ്ങുകയാണ്. 22-നും 23-നും 24-നും നിങ്ങളുടെ മുന്നിലേക്ക് വരും. പോരാത്ത 25-ാം തീയതി രാവിലെയും നിങ്ങളുടെ മുന്നിലേക്ക് ലൈവായിട്ട് വരികയാണ്. അപ്പോൾ 4 ദിവസം നിങ്ങൾക്ക് +1 കുട്ടികൾക്കും മാത്സ് പഠിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഈ 4 ദിവസത്തിനുള്ളിൽ 14 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കണം. അതെ, 22-ാം തീയതി വൈകിട്ട് 7:15 മുതൽ നമ്മൾ 7 ചാപ്റ്റേഴ്സിലെയും എല്ലാ ചോദ്യങ്ങളും പഠിക്കാൻ പോവുകയാണ്. അതായത് പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ ആ 7 ചാപ്റ്റർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ 23-ം തീയതി പകൽ സമയത്ത് നിങ്ങൾ ഈ 7 ചാപ്റ്ററിലെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ഈ ചെയ്ത ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഉച്ചര വരെ അല്ലേ, അതായത് ഒരു 3 മണി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഈ പഠിപ്പിച്ച 7 ചാപ്റ്ററുകളെയും ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടതും അല്ലാത്തതും നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ കിട്ടണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ട് വൈകിട്ട് 5 മണിയാകുമ്പോൾ വീണ്ടും സൈലം ക്ലാസ് +1 എന്ന യൂട്യൂബ് ചാനലിലേക്ക് വരിക. അവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ്, ഈ ആദ്യത്തെ 7 ചാപ്റ്ററും പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളുണ്ട്. പിറ്റേത്തെ 7 ചാപ്റ്റർ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി രണ്ടാമത്തെ സെഷനിൽ കുറച്ചുകൂടി അധികം സമയം നമുക്ക് എടുക്കേണ്ടത് കൊണ്ട്, അതായത് ലിമിറ്റ്സ് പോലത്തെ, സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ, കോണി സെഷൻസ് പോലത്തെ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിപ്പിക്കാണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ലൈവ്. അപ്പോൾ 5 മണിയാകുമ്പോൾ നിങ്ങൾ ലൈവിലേക്ക് വരിക 23-ാം തീയതി. അപ്പോൾ 5 മണിക്ക് നിങ്ങൾ വന്നാൽ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ലൈവ് തന്നെ ആയിരിക്കും. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. ഇനി പിന്നീട് നമ്മൾ വരുന്നത് സൂപ്പർ 60യുമായിട്ടാണ്. അതായത് നമ്മുടെ പരീക്ഷയുടെ തലേ ദിവസമായുള്ള 24-ാം തീയതി സൂപ്പർ 60. അതായത് 60 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്നാലും 60 കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചു പോയിട്ടും നിങ്ങൾക്ക് ടഫ് ആവുകയാണെങ്കിൽ ബാക്കി നമുക്ക് വിധിക്ക് വിട്ടുകൊടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞിട്ടില്ല, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് വീണ്ടും മോർണിംഗ് ബൂസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ക്വിക്ക് റിവിഷനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പം അത്രയധികം കഷ്ടപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളും കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ ഫയർ ഇമോജിയും ആ തീപ്പൊരിയും വരിക. അപ്പം ഇത്തവണത്തെ മാത്സ് എക്സാം ടഫാകും വെച്ചാൽ ടഫാവും. പക്ഷേ ടഫ് ആവുന്ന ചോദ്യപേപ്പർ വരെ നമ്മൾ ഈസി ആക്കി മാറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒറ്റ മൈൻഡ് പഠനം മാത്രം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. എല്ലാ +1 കുട്ടികൾക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. നമുക്ക് ലൈവിൽ കാണാം.